ഹായ്, ഇന്നത്തെ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ ഒരു പാചക പരീക്ഷണമാണ്. ഇത് ഈ മുല്ലമൊട്ട് പോലെ കാണപ്പെടുന്ന സാധനം എന്താണെന്നറിയുമോ? ഇതാണ് നിത്യവഴുതനങ്ങ. ഇത് ഞങ്ങളുടെ വയലിൻ്റെ അടുത്ത് കൃഷി ചെയ്യുന്ന ഒരാൾ ഞങ്ങൾക്ക് തന്നതാണ്. അപ്പോൾ ഞങ്ങളിത് ഇന്ന് വിഴുക്ക് പുരട്ടാമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ഇതിന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി വേണം, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും കൂടെ വേണേ. ഞങ്ങളിങ്ങനെയാണ് വിഴുക്ക് പുരട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ നിത്യവഴുതനങ്ങ വിഴുക്ക് പുരട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ കുഞ്ഞുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ താളിച്ചതിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വഴറ്റിയെടുക്കുക. ചെറിയ രീതിയിൽ മതി. അതിനുശേഷം നമുക്ക് നിത്യവഴുതനങ്ങ അരിഞ്ഞ് വെച്ചതും കൂടി ഇതിലോട്ട് ചേർക്കാം. ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതേപോലെ നമുക്കൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്ത് എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ഇടണം കേട്ടോ. ഉപ്പും കൂടെ ഇട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കണേ. അടച്ച് വെച്ചൊന്ന് വേവിച്ച് കഴിയുമ്പോഴേക്ക് ഏകദേശം റെഡിയാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുട്ടയും കൂടെ പൊരിക്കുന്നുണ്ട്. സ്കൂളിൽ ഉച്ചയ്ക്ക് ലഞ്ചിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് മുട്ടയും കൂടെ പൊരിക്കുന്നുണ്ട്. അവർക്കിന്ന് നിത്യവഴുതനങ്ങ വിഴുക്ക് പുരട്ടിയത് മുട്ടയാണ് പൊരിച്ചത് കൊടുക്കുന്നത്. ഇതാ എൻ്റെ മോൻ ഇവിടെ വന്ന് ആകാംക്ഷഭരിതനായി നോക്കി നിൽപ്പുണ്ടേ. അങ്ങനെ ദോശക്കല്ലിലേക്ക് മുട്ടയൊക്കെ ഞങ്ങൾ വീത്തിയിട്ടുണ്ട് മുട്ട പൊരിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഇതാ ഞങ്ങളുടെ നിത്യവഴുതനങ്ങ വിഴുക്ക് പുരട്ടി റെഡിയായിട്ടുണ്ട്. പിന്നെ മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ അവർക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ചോറ് റെഡിയായിട്ടുണ്ട്. കുക്കറിലിട്ടാണ് വെച്ചത്. അങ്ങനെ അവരുടെ ലഞ്ച് ബോക്സും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ശരി, ബൈ ബൈ.